2018 പുത്തുമല ഉരുൾപൊട്ടലിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടയാളാണ് ജോസഫ്. പുത്തുമലയുടെ 10 ഇരട്ടി ശക്തിയുള്ള ഉരുൾപൊട്ടലാണ് മുണ്ടക്കയിൽ നടന്നതെന്ന് ജോസഫ് പറയുന്നു. ജോസഫിൻ്റെ 2 ബന്ധുക്കളെ മുണ്ടക്കയിൽ കാണാതായിട്ടുണ്ട്. ഇനിയും കണ്ടെത്താനായിട്ടില്ല. 2018 പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷപ്പെട്ട ജോസഫ് എനിക്കൊപ്പം ഉണ്ട്. ജോസഫ് അന്ന് വളരെ ഗുരുതരമായി അദ്ദേഹത്തിൻ്റെ വീട് ഉൾപ്പെടെ നശിച്ചു. അവിടെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ജോസഫ്, അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇപ്പോൾ ഈ മുണ്ടക്കയിലെ ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി മണ്ണിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹം അവിടേക്ക് പോവുകയാണ്. വഴിയിൽ വെച്ചാണ് നമ്മൾ കാണുന്നത്. ഈ പുത്തുമലയിലെ അപകടത്തിൽ നിന്ന് എങ്ങനെയാണ് അങ്ങ് രക്ഷപ്പെട്ടത്? പുത്തുമല വൈകിട്ട് ഒരു 4 മണിക്ക് ഇതേപോലെ ഭയങ്കര ഭീകരമായ ഒരു സൗണ്ട് വന്നിരുന്നു. അപ്പോൾ ഈ സൗണ്ട് കേട്ട് എൻ്റെ അകത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നെ എൻ്റെ കൂടെയുള്ള ആൾ ഒരു എസ്റ്റേറ്റ് പാടിയിലായിരുന്നു. എൻ്റെ അനിയൻ്റെ ഭാര്യ ഷൈല എന്ന് പറയും, തൊട്ടടുത്ത അജിത, പിന്നെ സെൽവം, റാണി, അങ്ങനെ 5 പേര് ആ പാടിയിൽ തന്നെ മരണപ്പെട്ടു. അതാണ് നിങ്ങളുടെ വീടൊക്കെ മണ്ണിൻ്റെ പോയി, വീടൊക്കെ ഒലിച്ചു പോയി. എസ്റ്റേറ്റ് പാടിയിലായിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതാണ് അവിടുത്തെ അവസ്ഥ. ഒരുപാട് ഇനി 5 പേരെ കിട്ടാണ്ട് അവിടെ നിന്ന്. അബൂബക്കർ, അവറാൻ, നബീസ, അണ്ണയ്യൻ, ഹംസ, 5 പേരെ ഇനിയും കിട്ടാണ്ട് അവിടെ നിന്ന്. ഈ ദുരന്തം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ 2024 ഈ അവസ്ഥ. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ മാമനും അളിയനും മേലെ മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്ത് ഉണ്ട്, മിസ്സായിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കത്തായിരുന്നു. ആരൊക്കെ, അവരുടെ പേരെന്താണ്? ഇന്നലെ ആശുപത്രിയിൽ പരിശോധിച്ചോ? ഇന്നലെ ആശുപത്രി പരിശോധിച്ചു, അവിടെ നിന്ന് കാണുന്നില്ല. അവരുടെ പേര്, അമ്മോസൻ്റെ പേര് രാമസ്വാമി, അളിയൻ്റെ പേര് വിജയപാലൻ. 2 പേരെയാണോ കിട്ടാണ്ട്? 2 പേരെ കിട്ടാണ്ട്. അന്ന് പുത്തുമല ഈ ഉരുൾപൊട്ടലിന് ശേഷം പുനരധിവാസമൊക്കെ പൂർത്തിയായോ? നഷ്ടപരിഹാരം അവിടെ സ്വന്തമായി വീടുള്ളവർക്ക് പൂത്തക്കൊല്ലി എന്ന സ്ഥലത്ത് പുനരധിവാസം ചെയ്തിട്ടുണ്ട്. കുറേ പേർക്ക് അവിടെ ഇവിടെ ആയിട്ട് കുറേ വീടുകൾ ചെയ്തിട്ടുണ്ട് സർക്കാരും സംഘടനക്കാരും ചെയ്തിട്ടുണ്ട്. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ എസ്റ്റേറ്റിൽ ചായ വർക്കറാണ്. തൊഴിലാളികൾക്ക് ചായ സപ്ലൈ ചെയ്യുന്ന ആളാണ്. എസ്റ്റേറ്റ് കമ്പനിയുടെ. അന്ന് പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ലെന്നോ? താങ്കൾ മാത്രമായിരുന്നു? ഞാൻ മാത്രമായിരുന്നു. വൈഫൊക്കെ സേഫ്റ്റി ആയിട്ട് പുറത്തായിരുന്നു. മകനും വീട് പൂർണ്ണമായി നശിച്ചു പോയി. അതെ. ഈ ഇപ്പോൾ പറഞ്ഞ രാമസ്വാമി ഉൾപ്പെടെയുള്ള അവരുടെ വീട് പൂർണ്ണമായി പൂർണ്ണമായി നശിച്ചു പോയി. അവർ വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു. വിജയപാലനും പിന്നെ മാമൻ രാമസ്വാമി ഉണ്ടായിരുന്നു. ഈ 2018 പുത്തുമലയും ഈ മുണ്ടക്കൈയുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? അതിനും 10 ഇരട്ടിയാണ് മുണ്ടക്കൈ ഫെഡായി കിടക്കുന്നത്. വളരെ ദയനീയാവസ്ഥ. ഒരുപാട് കുടുംബങ്ങൾ പോയിട്ടുണ്ട്. ഇനി ഒരുപാട് കുടുംബങ്ങളെ കിട്ടാണ്ട്. എല്ലാം കിട്ടിയാൽ അന്ന് ഇത് നടക്കുമ്പോഴേ ഇപ്പം നടക്കുമ്പോൾ വലിയ മഴയുണ്ടായിരുന്നു. മഴയുണ്ടായിരുന്നു. രാത്രി 2 മണിക്കും 3 മണിക്കും പുലർച്ചെ 4 മണിക്കും 3 പൊട്ടലാണ് പൊട്ടിയത്. സൗണ്ട് അങ്ങോട്ട്, ഞാൻ താമസിക്കുന്ന അവിടെ സൗണ്ട് കേട്ട് ഞങ്ങളൊക്കെ വീട്ടിന് പുറത്ത് കയറി നിൽക്കുകയായിരുന്നു. പുത്തുമലയിലും സമാനമായ ശബ്ദം ഉണ്ടായിരുന്നു? അതേ ഉണ്ടായിരുന്നു. പുത്തുമല സമാനമായ ശബ്ദം ഉണ്ടായിരുന്നു. അന്നും മഴയായിരുന്നു. ഈ ഉരുൾപൊട്ടൽ കഴിഞ്ഞാൽ മഴ കുറവായി. ഇതേ കാലാവസ്ഥയായിരുന്നു അന്നും.